ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു അല്ലേ. ട്രഡീഷണൽ കോൺസെപ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? എക്സ്ചേഞ്ച് കോൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് എന്താണ്? മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. ട്രഡീഷണൽ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ 3 കാര്യങ്ങളാണ്, 3 കോൺസെപ്റ്റുകളാണ് മോഡേൺ ആയിട്ട് പറയണത്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അതുപോലെ രണ്ടാമത് പറയണത് സൊസൈറ്റൽ കോൺസെപ്റ്റ്, മൂന്നാമത്തത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രൈമറി ടാസ്ക് ഓഫ് എ ബിസിനസ് ഫേം എന്ന് പറയുന്നത് it is to study the needs, desires and wants of the customers and produce goods which are actually needed by the consumers. ഇതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലെ എന്താ പ്രൈമറി ടാസ്ക് ഓഫ് ബിസിനസ് ആയിട്ട് പറയുന്നത്. എന്താണ്? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, വോൺസ്, പ്രിഫറൻസസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രൈമറി ടാസ്ക് എന്നാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. ഇവിടെ അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ആൻ ഓർഗനൈസേഷൻ പ്രാക്ടീസസ് ദിസ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ടു സാറ്റിസ്ഫൈ ദി കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടുത്തെ കീ എലമെൻറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. കൺസ്യൂമർ ഈസ് ദ കീ. നമുക്കറിയാം കൺസ്യൂമറിനെ നമ്മൾ എന്താണെന്ന് പറയുക? കിങ് ഓഫ് ദി മാർക്കറ്റ് എന്ന് പറയും അല്ലേ. കാരണം കൺസ്യൂമേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് നടത്തിയിട്ട് കാര്യവുമില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിനെ എപ്പോഴും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കണ്ടറിഞ്ഞ് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ സക്സസ് ആവുള്ളൂ. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്ന കാര്യം. അപ്പം ഇവിടെ പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഗുരു എന്നാണ് ആളെ പറയുക. പീറ്റർ എഫ് ഡ്രക്കർ നിങ്ങൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ബിസിനസ് ആൻഡ് കീപ്സ് ഇറ്റ് ഇൻ എക്സിസ്റ്റൻസ്. അപ്പോൾ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണെന്നാണ് ആൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ നിന്നോ പ്രൊഡക്ട്സിൽ നിന്നോ അല്ലെങ്കിൽ സെല്ലിംഗ് എഫേർട്ടിൽ നിന്നോ ഒന്നും അല്ല, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സിൽ നിന്നുമാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു കസ്റ്റമർ നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങി സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടാൽ എന്തുണ്ടാവും? ആൾ വീണ്ടും വീണ്ടും അത് പർച്ചേസ് ചെയ്യാനും തുടങ്ങും. അതുമാത്രമല്ല ആൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഒരാളിൽ നിന്ന് നമുക്ക് പല വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സിനെയും പല നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെയും നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിനെ കിങ് ആയിട്ട് കാണുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ബിസിനസ് എൻ്റർപ്രൈസിന് 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളതെന്നാണ് പറയണേ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും. അപ്പോൾ ഇവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും 2 ഒബ്ജക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദി കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് റിസർച്ച് നടത്താം, അതിലൂടെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം സെയിൽസ്മാൻമാരാണ് കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ അറിയുന്നത് അവരാണ് അല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ്, അവർക്ക് എന്താണ് ആവശ്യം. ഇപ്പം നമ്മളൊരു ഗൂഗിൾ സെർച്ച് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ സെർച്ച് നടത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും? കുറേ സജഷൻസ് തരും. അതേപോലെ തന്നെ കുറേ ആഡുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവർ സജഷൻസ് ലിസ്റ്റിൽ തരും അല്ലേ.
അതെന്തുകൊണ്ടാണ്? നമ്മളുടെ നീഡ്സ് എന്താണ്, വോൺസ് എന്താണെന്ന് നമ്മളുടെ ആ സെർച്ച് വഴി അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത്, മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുക എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ നീഡ്സ് ആൻഡ് വോൺസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നീഡ്സ് ആൻഡ് വോൺസിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെയാണ് മാർക്കറ്റിങ്ങിൻ്റെ സക്സസ് ഉണ്ടാവുക. അതായത് നമ്മൾ അനലൈസ് ചെയ്ത കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് അനുസരിച്ച് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്ത്, ഇപ്പോൾ മൊബൈൽ ഫോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ക്യാമറ അല്ലെങ്കിൽ ഡ്യുവൽ സിം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് സാധാരണ ഫോണുകളൊക്കെ ആയിരുന്ന സമയത്ത് അല്ലേ, പിന്നീട് നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരു കാര്യമായിട്ട്. അതുപോലെ തന്നെ ക്യാമറ ഫോൺസൊക്കെ പണ്ട് ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നീട് ക്യാമറ എന്നുള്ള ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പഴയ ക്യാമറകളൊന്നും പലരും ഉപയോഗിക്കുന്നില്ല അല്ലേ. ഫോണുള്ളത് കൊണ്ട് ഫോണിൽ തന്നെ പലരും പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു ക്യാമറ ഫോണിൽ തന്നെ ഒരു ഫീച്ചറായിട്ട് വന്നത് കൊണ്ടാണത് ഉണ്ടായത്. അപ്പം അതൊരു പുതിയ ഫീച്ചറായിട്ട് ആഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി എളുപ്പമായി. പണ്ടൊക്കെ നമ്മൾ ഫോൺ വേറെ ക്യാമറ വേറെ, എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് ടൂറൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഫോൺ എടുക്കണം, ക്യാമറ വേറെ എടുക്കണം അല്ലേ. ഇപ്പോൾ എന്ത് വേണം, നമുക്കൊരു ഫോൺ തന്നെ എടുത്താൽ മതി, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്താണെന്ന് അനലൈസ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയണത്. പിന്നെ ഓൾ ദ റിസോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സസ്, അത് മെറ്റീരിയൽ, ക്യാപിറ്റൽ, എൻ്റർപ്രൈസ് അങ്ങനെ പറയുന്ന എല്ലാ റിസോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യുകയും വേണം. ഉള്ള റിസോഴ്സസിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എവറി ആക്ടിവിറ്റി മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ കൺസ്യൂമർ ആൻഡ് എൻഡ് വിത്ത് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ. അപ്പം ഇവിടെ പറയുന്ന കാര്യം നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അവിടെ തുടങ്ങി അവസാനിക്കേണ്ടത് ഏതിലാ, സാറ്റിസ്ഫാക്ഷൻ അല്ലേ. കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റിന് വെർത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇൻറ്റഗ്രേറ്റീവ് മാർക്കറ്റിങ്ങും കൂടി പറയുന്നുണ്ട്. ഇൻറ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പല ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസിങ്, പിന്നെ പേഴ്സണൽ റിലേഷൻ, പിന്നെ ഫിനാൻസിങ്, സെല്ലിങ്, പിന്നെ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള പല മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് ഇൻറ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയണത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് വേരിയസ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ലൈക്ക് എന്തൊക്കെയാ, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ ഫിനാൻസ്, സെല്ലിംഗ്, പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് ഇൻറ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ വൺ ഓഫ് ദ ഫീച്ചറാണ്, അതൊരു ഇൻറ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് പ്രോസസ്സും കൂടിയാണ്. പക്ഷേ എപ്പോഴും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും പല ഗ്രൂപ്പ്സ് ആയിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം ലെവൽ ഓഫ് കൺസ്യൂമർ, അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ ഏജ്, പിന്നെ വോളിയൂം ഓഫ് പർച്ചേസ്, എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആ ഒരു ബേസിസിലൊക്കെ, ഇത്രയും ബേസിസിലൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. ആ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, മൊത്തത്തിലുള്ള മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഓരോ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, ഏജ്, വോളിയൂം ഓഫ് പർച്ചേസ്, അങ്ങനെയൊക്കെ. എന്നിട്ട് അതിലൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ഇടയിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുക. അതും നമ്മളിനി പഠിക്കും.
ടാർഗറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ പറഞ്ഞതാണ്. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞത്, കൺസ്യൂമറിനെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നീഡ്സ് ആൻഡ് വോൺസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ആ നീഡ്സ് ആൻഡ് വോൺസിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റൽ കോൺസെപ്റ്റ്. ഓക്കെ, സൊസൈറ്റൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ മോഡേൺ ബിസിനസ്സിനെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി വിച്ച് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ നീഡ്സ്, മേ ബി എന്താ പറയുക, അത് സൊസൈറ്റിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആവണം എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വോൺസ് നമുക്കറിയാം, അൺലിമിറ്റഡ് ആണ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വോൺസ് അല്ലേ. പക്ഷേ നമ്മുടെ റിസോഴ്സസ് എല്ലാം വളരെ ലിമിറ്റഡും ആണ്. പക്ഷേ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വോൺസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സൊസൈറ്റിയെ കൂടിയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റിൽ. അപ്പം ഇവിടെ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ സോഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു കമ്പനി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് CSR എന്ന് പറയും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. എന്നിട്ട് ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു ഭാഗം എന്ത് വേണം, ആ സൊസൈറ്റി ആ ഒരു കമ്പനി നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലിഫ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. അപ്പം അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സൊസൈറ്റൽ കോൺസെപ്റ്റ്, ബിസിനസ് ഫേംസ് ഹാവ് ടു അഡോപ്റ്റ് socially responsible marketing policies in order to assure social welfare in addition to consumer welfare. അപ്പം ഇവിടെ കൺസ്യൂമറിനെ ഒരാളെ മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പക്ഷേ സൊസൈറ്റി ആസ് എ ഹോൾ. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം നമുക്ക് പറയാം പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതും നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കമ്പനി ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്ത് എന്തെങ്കിലും ഒരു റൂറൽ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും. അങ്ങനെ സോഷ്യൽ വെൽഫെയർ എന്നുള്ളതായിരിക്കണം ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, ഓർഗനൈസേഷൻ ആൻഡ് കസ്റ്റമേഴ്സ്, ഇത് കവേഴ്സ് ദ സൊസൈറ്റി ഇൻ അഡീഷൻ ടു കസ്റ്റമേഴ്സ്. മറ്റേതിൽ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ വെൽഫെയർ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ സൊസൈറ്റൽ കോൺസെപ്റ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ടു കവർ സൊസൈറ്റി ആസ് എ ഹോൾ. ഓക്കെ, ഇനി അടുത്തതിൽ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഓവർവ്യൂ ആയിട്ടേ പറയുന്നുള്ളൂ. കൂടുതൽ എന്താ പറയുക കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ കുറച്ച് നോട്ട്സും ഞാൻ തരാം. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എവ്രിതിങ് മാറ്റേഴ്സ് എന്നുള്ള ആ ഒരു കാര്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 4 കോമ്പണൻസ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന് ഉള്ളത്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സൊസൈറ്റൽ കോൺസെപ്റ്റും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക മാർക്കറ്റിംഗ് കോൺസെപ്റ്റും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എന്താ പറയുക ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു
കോൺസെപ്റ്റാണ് എന്ത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇതിൽ ഫസ്റ്റ് പറയുന്ന റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ സെല്ലേഴ്സും മാനുഫാക്ചറേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞു, കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അവരായിട്ടൊരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ പറയുന്ന റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് വേരിയസ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ലൈക്ക് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, ഫിനാൻസ് സെല്ലിംഗ്, പിന്നെ അത് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഇതിനെ എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇപ്പം എന്താ പറയുക, അഡ്വർടൈസിങ്, സെല്ലിംഗ്, പാക്കേജിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ എല്ലാ ഫങ്ഷൻസും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സൊസൈറ്റൽ കോൺസെപ്റ്റിൽ പറഞ്ഞു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എന്താ പറയുക ഇൻറ്റഗ്രേഷനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് മാർക്കറ്റിംഗ് ഈസ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല മാർക്കറ്റിംഗ്, നേരെ മറിച്ച് ഇറ്റ് ഈസ് എ പെർവേസീവ് ത്രൂ ഔട്ട് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ എല്ലാ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത് മാർക്കറ്റിംഗ് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ്സ് എൻ ഇൻറ്റഗ്രേഷൻ, അതാണ് കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എവറി ജോബ് ഇൻ ദ കമ്പനി ഇസ് അനലൈസ്ഡ് ടു നോ how it affects the management, employees, customers and society. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ, എല്ലാ ജോബുകളും കമ്പനിയുടെ അത് അനലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ മാനേജ്മെൻറ്റിനെയും എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും സൊസൈറ്റീനെയും ഒക്കെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് എന്ത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിനെ വെറും പീപ്പിൾ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, നേരെ മറിച്ച് അവരെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള ഒരു ഇപ്പം പീപ്പിളും ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പം ഒരു മൈൻഡ്, ഹാർട്ട്, സ്പിരിറ്റ് ഇതൊക്കെ ഉള്ള ഒരു ആളായിട്ട് അല്ലെങ്കിൽ ആൾക്കാരായിട്ടാണ് നമ്മൾ എന്ത് കൺസ്യൂമേഴ്സ് അല്ലേ അവരെ കണക്കാക്കുന്നത്. വെറുതെ കുറച്ച് ആളുകൾ, കൺസ്യൂമേഴ്സിനെ നമ്മൾ വെറുതെ കുറച്ച് ആളുകൾ എന്നുള്ള രീതിയിലല്ല കാണുന്നത്, നേരെ മറിച്ച് അവർക്ക് മൈൻഡ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം. ഓക്കെ, പിന്നെ പ്യൂമ എന്ന് പറഞ്ഞൊരു കമ്പനി, ഫുഡ്വെയർ കമ്പനി ഉണ്ട്, പിന്നെ സിറോക്സ് എന്ന് പറയും. ഇവരൊക്കെ ഈ ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഇൻറ്റഗ്രേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഞാനിത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് നോട്ട്സും ആയിട്ട് തരാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിംഗ് മിക്സ്. ഇത് നിങ്ങൾ എവിടെ പോയാലും ഇനി ഫർദർ സ്റ്റഡി എന്തിന് എടുത്താലും നമ്മുടെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലായാലും മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോയാലും ചോദിക്കാറുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ഇത് ഈ ഒരു കാര്യം ഇതിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഡിഷ് അത് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് ഇൻഗ്രീഡിയൻസ് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ക്വാളിറ്റിയിൽ, അതുപോലെ റൈറ്റ് ടെമ്പറേച്ചറിൽ, അതുപോലെ നല്ലൊരു കറക്റ്റ് മിക്സ്ചറിൽ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ അത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷ് ആവുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം, കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കണം,
ബാറ്ററി അല്ല, ബാറ്റർ കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ വേണം? നമുക്ക് ചിലപ്പം ഫ്ലോർ വേണ്ടി വരും. അതെന്ത് ഫ്ലോർ? എനിക്ക് കേക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഫ്ലോർ വേണ്ടി വരും. അതുപോലെ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ക്രീം വേണം, പിന്നെ ബട്ടർ വേണ്ടി വരും, പിന്നെ ചീസ് വേണ്ടി വരും, ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. അങ്ങനെ പല സാധനങ്ങൾ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക്, അതിൻ്റെ ആ ഒരു മിക്സ് തയ്യാറാക്കുമ്പം റൈറ്റ് പ്രപ്പോർഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് ഫ്ലോപ്പായി പോകും അല്ലേ. ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് അല്ലേ, കറക്റ്റ് ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ക്വാളിറ്റിയിൽ കറക്റ്റ് പ്രപ്പോർഷനിൽ കറക്റ്റ് ടെമ്പറേച്ചറിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കേക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് എന്തൊക്കെയാ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലേ. ഈ 4 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്നാണ് പറയണത്. ഇവിടെ പ്രൊഡക്റ്റ് നമുക്കറിയാം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. പ്രൈസ് എന്താ? ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന വില. പ്ലേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് പ്ലേസ് എന്ന് പറയുക. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പ്രൊമോഷനിൽ വരിക. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയൽ കോമ്പിനേഷൻ ആയിരിക്കണം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റൈറ്റ് പ്രപ്പോർഷനിൽ ടു പ്രൊവൈഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ടു ദി കമ്പനി. അപ്പോൾ അതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് നമ്മൾ പറയാം. ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് കോയിൻ ചെയ്തത് ആരാ? ജെയിംസ് കള്ളിങ്ടൺ. മറക്കരുത് കേട്ടോ, ചോദിക്കാറുള്ളൊരു കാര്യമാണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തത് ജെയിംസ് കള്ളിങ്ടൺ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇവിടെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇത്. എന്ത്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 P അതിനെയാണ് 4 P's എന്ന് പറയുക. പ്രൊഡക്റ്റ് നമുക്കറിയാം, പ്രൈസ് അറിയാം, പ്ലേസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല, ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് കേട്ടോ പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അഡ്വർടൈസിങ്, അതാണ് മെയിനായിട്ട് പ്രൊമോഷണൽ ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ ആദ്യമൊക്കെ എന്താ പറയുക 4 P's എന്നാണ് മാർക്കറ്റിംഗ് മിക്സിനെ പറഞ്ഞിരുന്നത്. പിന്നീട് ജെയിംസ് കള്ളിങ്ടൺ തന്നെ വീണ്ടും ഒരു 4 P'സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇപ്പം 8 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ പല ടെക്സ്റ്റിലും പല രീതിയിലാണ് ഈ 8 P's പറയുന്നുള്ളത് കേട്ടോ. നെറ്റിൽ നോക്കിയാലും പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ്റെ കൂടെ പാക്കേജിങ്, പീപ്പിൾ, പബ്ലിക് റിലേഷൻ, പൊളിറ്റിക്സ്, ഇങ്ങനെ ചില ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഫിസിക്കൽ എവിഡൻസ്, പിന്നെ വേറെയും P ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് കറക്റ്റ് കേട്ടോ. 8 P'സിൽ പറയുന്ന പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പാക്കേജിങ്, പീപ്പിൾ, പബ്ലിക് റിലേഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രൊഡക്റ്റ് അല്ലേ, ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ തിങ് വിച്ച് പോസസ് സം യൂട്ടിലിറ്റി അല്ലേ. എന്തെങ്കിലും നമുക്ക് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനത്തിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് വാല്യൂ ദ മാർക്കറ്റർ ഓഫേഴ്സ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പം ഇവിടെ പ്രൊഡക്റ്റ് എന്ത് വേണം? കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ മാനുഫാക്ചറർ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ കൺസ്യൂമർ നീഡ്സ് ആൻഡ് ദെൻ ഡിസൈഡ്സ് ദ ടൈപ്പ്, ഷേപ്പ്, ഡിസൈൻ, ബ്രാൻഡ്, പാക്കേജ് എക്സെട്ര ഓഫ് ദ ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഈസ് ദ മാർക്കറ്റ്സ് പ്രൈമറി വെഹിക്കിൾ ഫോർ ഡെലിവറിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി പ്രൈസ് എന്ന് പറഞ്ഞാലോ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇറ്റ് ഈസ് ടു ഡിസൈഡ് ഹൗ ടു പ്രൈസ് ദം അല്ലേ. അപ്പോൾ പ്രൈസ് ഇസ് എമൗണ്ട് ഓഫ് മണി ആസ്ക്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ മണി അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുക.
അപ്പം ഹയർ പ്രൈസാണ് നമ്മളൊരു പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് വിൽ റിജക്റ്റ് ഇറ്റ് അല്ലേ. നേരെ മറിച്ച് റീസണബിൾ പ്രൈസ് ആണെങ്കിൽ മിക്കവരും അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം പല കാര്യങ്ങളും പല ഫാക്ടേഴ്സും മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ദി കൺസ്യൂമേഴ്സ്, പിന്നെ കോമ്പറ്റീഷൻ, ഡിസ്കൗണ്ട്, അലവൻസസ്, മാർജിൻ ഓഫ് പ്രോഫിറ്റ് എക്സെട്ര, ഇതെല്ലാം കൺസിഡർ ചെയ്യണം. പിന്നെ പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? ഡിസ്ട്രിബ്യൂഷനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രൈസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിസിഷൻ റിഗാർഡിങ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഏത് ചാനൽ തിരഞ്ഞെടുക്കണം, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അവരെയൊക്കെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലേത് ഹോൾസെയിലേഴ്സ് വഴിയാണോ റീറ്റെയിലേഴ്സ് വഴിയാണോ, അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കുക. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, നമുക്കറിയാം റോഡ്സ്, റെയിൽവേസ്, വാട്ടർവേസ്, എയർവേസ്, അങ്ങനെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തിരഞ്ഞെടുക്കണം. അതുപോലെ വെയർ ഹൗസിങ്, ഇൻവെൻട്രി, അതൊക്കെ ഇവിടെ വരും പ്ലേസിൽ. ഇനി പ്രൊമോഷൻ ആണെങ്കിൽ ഓൾ ദ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് ഇൻഡ്യൂസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് കസ്റ്റമേഴ്സ് ടു ബൈ ദ പ്രൊഡക്റ്റ്. അപ്പം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരു കൺസ്യൂമറിനെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുക. അപ്പോൾ എന്താ പറയുക, ചിലപ്പം പല ഫേംസ് പല രീതിയിലുള്ള പ്രൊമോഷണൽ ടൂൾസാണ് യൂസ് ചെയ്യുക. അഡ്വർടൈസിങ്, ചിലപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ആവാം, പബ്ലിക് റിലേഷൻ ആവാം, സെയിൽസ് പ്രൊമോഷൻ ആവാം, അങ്ങനെ പല ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. പിന്നെ പറയുന്ന പാക്കേജിങ് നമുക്കറിയാം എന്താ, ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാക്കേജിങ് ഈസ് ഓൾസോ നോൺ ആസ് എ സൈലൻറ്റ് സെയിൽസ്മാൻ. അതായത് പാക്കേജിങ് കണ്ടാൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ എല്ലാം ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം പാക്കേജിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എന്താ പറയുക, ഇറ്റ് മസ്റ്റ് ബി സച്ച് ദാറ്റ് എ കസ്റ്റമർ ഈസ് ഇംപ്രസ്ഡ് അറ്റ് ദ വെരി മൊമെൻറ്റ് ഹി ഓർ ഷീ സീസ് ദ പ്രൊഡക്റ്റ് അല്ലേ. കാണുമ്പോൾ തന്നെ അത് വാങ്ങാൻ തോന്നണം, അങ്ങനത്തെ രീതിയിലായിരിക്കണം പാക്കേജിങ്. പിന്നെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ്? പീപ്പിൾ ഇപ്പോൾ കൺസ്യൂമേഴ്സ് ആവാം, അതുപോലെ സെയിൽസ്മാൻമാരാവാം, ഹോൾസെയിലേഴ്സ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം, കോമ്പറ്റീറ്റേഴ്സ് ആവാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ മാർക്കറ്റിങ്ങിൽ വരുന്ന എല്ലാ പീപ്പിളിനെയും ഇവിടെ പീപ്പിൾ എന്ന് പറയുന്നു. ഇനി പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് പബ്ലിക്കിന് എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അതുപോലെ പ്രസ്, നെയ്ബേഴ്സ്, ഗവൺമെൻറ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷനെയാണ് പബ്ലിക് റിലേഷൻ എന്നിവിടെ പറയുന്നത്. അപ്പോൾ മാർക്കറ്റേഴ്സ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എന്തൊക്കെ എക്സിബിഷൻസ്, ട്രേഡ് ഷോ, സ്പോൺസർ സെമിനാർ, അതിലൊക്കെ മാർക്കറ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പബ്ലിക് റിലേഷൻ ക്യാൻ ക്രിയേറ്റ് എ ഫേവറബിൾ ഇമേജ് ഫോർ ദി കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പം എപ്പോഴും എന്താ പറയുക, ഫോർ ദ ഗ്രോത്ത് ഓഫ് എ കമ്പനി ഇറ്റ് ഇസ് നെസസറി ടു ഡെവലപ്പ് എ റിലേഷൻഷിപ്പ് വിത്ത് ലോ മേക്കേഴ്സ്. നമ്മുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിയമപാലകരുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് വേണം. അതുപോലെ അവർ പറയുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതനുസരിച്ചൊക്കെ വേണം നമ്മൾ പ്രൊഡക്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ നടത്താനും ഒക്കെ. പിന്നെ പൊളിറ്റീഷ്യൻസ്, ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് ലോ മേക്കേഴ്സ് എന്ന് പറയുക. അപ്പോൾ മാർക്കറ്റേഴ്സ് ഷുഡ് ട്രൈ ടു ബ്ലോക്ക് റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ദാറ്റ് മേ അഫക്റ്റ് കമ്പനീസ് ഹെൽത്ത്. അപ്പോൾ ഇത്രയാണ് പറയുന്ന മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, താങ്ക് യു.